Tyre Smoq brought to you by ഉരുക്കിന്റെ കരുത്ത് കാലങ്ങളോളം ഹവായ് സ്റ്റോർ സ്റ്റീൽ ഡോർ ആൻഡ് മോർ. വാഹനപ്രേമികളിൽ മിക്കവാറും പേരും ഇഷ്ടപ്പെടുന്ന ഒരു യൂട്ടിലിറ്റി വെഹിക്കിൾ ഉണ്ട്. ഏതെന്നല്ലേ? ഇറ്റ്സ് ദ ട്രക്ക്. വെറും ട്രക്കല്ല, ദ ടൊയോട്ട ഹിലക്സ്. ലോകത്തിന്റെ നോർത്ത് പോൾ മുതൽ സൗത്ത് പോൾ വരെ എത്തിയ ഒരേ ഒരു വണ്ടിയാണ് ടൊയോട്ട ഹിലക്സ് ട്രക്ക്. ഡാക്കർ പോലുള്ള ലോകത്തിലെ ഏറ്റവും കഠിനമായ ക്രോസ് കൺട്രി റാലികളിൽ പങ്കെടുത്ത ട്രക്കാണ് ടൊയോട്ട ട്രക്ക്. ഗ്രാമങ്ങളിലും ഗാരേജുകളിലും കൺസ്ട്രക്ഷൻ സൈറ്റിലും ഹൈവേയിലുമെല്ലാം വളരെ ആക്റ്റീവായി നിൽക്കുന്ന വണ്ടിയാണ് ദ അൺബ്രേക്കബിൾ ടൊയോട്ട ഹിലക്സ്. ടൊയോട്ട ഇഷ്ടപ്പെടുന്ന മിക്കവാറും പേർക്കും അവരുടെ ടൊയോട്ട വണ്ടിയുടെ ഓഡോമീറ്ററിന്റെ ബ്രേക്കിംഗ് പോയിന്റ് വിജയകരമായി ക്രോസ് ചെയ്ത അനുഭവമുണ്ട്. ഇനി നോർത്ത് പോൾ പോയ രസകരമായ കഥയും പറയാം. BBC 2-ൽ 2007 വളരെ പോപ്പുലറായ ടോപ്പ് ഗിയർ എന്ന പ്രോഗ്രാമിൽ പോളാർ സ്പെഷ്യൽ എന്ന സ്പെഷ്യൽ എപ്പിസോഡിലാണ് ഇത് സംഭവിച്ചത്. കാനഡയിൽ സ്ഥിതി ചെയ്യുന്ന 1996 നോർത്ത് മാഗ്നറ്റിക് പോൾ പൊസിഷനിൽ ഒരു മോട്ടോർ വാഹനത്തിൽ എത്താനായിരുന്നു ചലഞ്ച്. ജെറമി ക്ലാർക്സണും ജെയിംസ് മേയും എന്ന പ്രസന്റേഴ്സ് ആയിരുന്നു പ്രത്യേകം മോഡിഫൈ ചെയ്ത 2 ടൊയോട്ട ഹിലക്സ് ഡബിൾ ക്യാബ് ട്രക്കുകളും ഒരു ടൊയോട്ട ലാൻഡ് ക്രൂയിസറും ഒരു ട്രെയിലറും ഓടിച്ചത്. കുറച്ച് എന്റർടൈൻമെന്റ് ആവട്ടെ എന്ന് വെച്ച് റിച്ചാർഡ് ഹാമൺ എന്ന മറ്റൊരു പ്രസന്റർ ട്രഡീഷണൽ ഡോഗ് സ്ലെഡിൽ ഇവരുമായി റേസ് ചെയ്തത് ഷോയുടെ ഒരു ഹൈ പോയിന്റ് തന്നെയായിരുന്നു. അപ്പോൾ ടയർ സ്മോക്കിലെ ടൊയോട്ടൻ വീരഗാഥ കാണാൻ റെഡിയല്ലേ? വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ടയർ സ്മോക്ക്. ടൊയോട്ടയുടെ ഖത്തറിലെ അബ്ദുള്ളാനി ഷോറൂമിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻഡ് ദ മെയിൻ റീസൺ വൈ വി ആർ ഹിയർ ഇസ് ടു വിത്ത് ദിസ് വൺ ടൊയോട്ട ഹൈലക്സിൻ്റെ GR എഡിഷൻ 2022 മോഡൽ 8ാമത്തെ ജനറേഷൻ വണ്ടിയാണ്. ആൻഡ് വാട്ട് മേക്സ് ദിസ് വെഹിക്കിൾ റെലവൻറ്റ് ടു us ഇസ് ഈ ജനുവരി 20 ഇന്ത്യയിൽ ഇത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ബട്ട് ദിസ് എഡിഷൻ ഈസ് സ്പെഷ്യൽ. നമ്മുടെ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഡീസൽ വേർഷനാണ്, 2.8 ലിറ്റർ ഡീസൽ വേർഷനാണ് വരാൻ പോകുന്നത്. ബട്ട് ദിസ് ഈസ് V6 പെട്രോൾ എഞ്ചിനുള്ള ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്പെക്കുള്ള മോഡലാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ഒരു വാഹനത്തിൻ്റെ വിജയത്തിന് പിറകിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവാം. അതിൻ്റെ മോട്ടോർ സ്പോർട്സിലെ കഴിവാവാം, ആ വണ്ടിയുടെ
ഡ്യൂറബിലിറ്റി, റിലയബിലിറ്റി ആവാം, അതിൻ്റെ ഭംഗിയാവാം, അതിൻ്റെ ഡിസൈൻ ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡിൻ്റെ ഇമേജ് ആവാം. ഹൈലക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന് വന്നിട്ടുള്ള സർവ്വഗുണ സമ്പന്നനാണ്. മോട്ടോർ സ്പോർട്സിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഡാക്കാർ റാലി, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള റാലികളിലൊന്നായ ഡാക്കാർ റാലി കൺസിസ്റ്റൻ്റായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ആൻഡ് അത് ഓടിക്കുന്ന സ്പോർട്സ്മാൻ നമ്മുടെ ഖത്തറുകാരനായിട്ടുള്ള നാസർ അത്യ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ വൺ ഓഫ് ദ ഡാക്കാർ റാലി തന്നെ ഏറ്റവും കൂടുതൽ വിൻസ് ഉള്ള ഒരാളാണ്. അറബ് വംശജനാണ്, ഖത്തറിയാണ്. ആൻഡ് ഹീ ഈസ് എൻഡോസിങ് ദിസ് വെഹിക്കിൾ. 31 വേർഷൻസ് ഉണ്ട് ഹൈലക്സിന്, 31 ഡിഫറെൻറ്റ് ട്രിം ലെവൽസ് ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ടോപ്പ് ട്രിം ലെവലായിട്ടുള്ള ഗസൂ റേസിംഗ് GR എന്ന് പറയുന്ന ട്രിം ലെവലിലുള്ള വണ്ടിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഗസൂ റേസിങ്ങിൻ്റെ GR ബാഡ്ജിങ്ങോട് കൂടിയുള്ള ഈ ഗ്രില്ല് കുറച്ച് വലുതാണ്. മറ്റ് മുമ്പത്തെ ജനറേഷൻ ഹൈലക്സുകളേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ വലിയ ഗ്രില്ലാണ്. പുതിയ ഈ ഹെക്സഗണൽ ഷേപ്പ് നമ്മുടെ ടൊയോട്ടയുടെ തന്നെ US മാർക്കറ്റിലുള്ള വേറൊരു ബ്രാൻഡുണ്ട്, ടക്കോമ എന്ന് പറയുന്നത്. അതിൻ്റെയും ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ലാൻഡ് ക്രൂസറിനൊക്കെ പോലെ തന്നെ വലിയ ഒരു ഗ്രില്ല് വിത്ത് ഹണികോം പാറ്റേൺ. ഫ്രണ്ടിൽ വളരെ പ്രൗഡായിട്ട് ടൊയോട്ടാന്ന് തന്നെ ലോഗോ കൊടുക്കാതെ ടൊയോട്ടാന്ന് തന്നെ എഴുതിയിട്ടുള്ള ഈ ഗ്രില്ല് ഈസ് വെരി സ്പെസിഫിക്. ഈ ഒരു വേർഷന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രില്ലാണ്. ഓക്കെ, ആൻഡ് അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു ഫ്രണ്ട് ഫേസിങ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ ബമ്പർ ഈസ് ഓൾസോ ഫ്രഷ്, പുതുതാണ്. മറ്റുള്ളതിനേക്കാൾ കുറച്ച് മുമ്പത്തെ മോഡൽസിനേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബമ്പറാണ് തന്നിട്ടുള്ളത്. ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെനോൺ ആൻഡ് LED ഉള്ള ഹെഡ് ലാംപ്സ് ആണ് ഇതിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റ് മോഡൽസിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഇസ് LED ആണ്. ആൻഡ് ദർ ഇസ് എ ബൈസെനോൺ ഹെഡ് ലാമ്പ് ഓൾസോ. പിന്നെ ഫ്രണ്ടിൽ കൂടുതലായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിൽ ദർ ആർ 4 ക്യാമറാസ് ആൻഡ് 6 പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് ഈ വണ്ടിക്കകത്ത്. ഫ്രണ്ടിൽ സെൻറ്ററിലുള്ള ക്യാമറ, പിന്നെ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഒരു പാർക്കിംഗ് സെൻസർ, അത് 2 സൈഡിലും ഉണ്ട്. ഇതിനകത്ത് തന്നിട്ടുള്ള 3/4 ഭാഗം ലൈറ്റുകളും LED തന്നെയാണ്. സോ ഇത് സൈഡ് ഇൻഡിക്കേറ്റേഴ്സിനകത്തും LED ആണ്. ആൻഡ് ഫോഗ് ലാംപ്സിനകത്തും LED ലൈറ്റ്സ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഇന്ത്യയിൽ വരുന്ന ഹൈലക്സിനകത്ത് നമ്മുടെ ടൊയോട്ട ഇന്നോവയിലും ഫോർച്യൂണറിലൊക്കെ വരുന്ന 2.8 ലിറ്റർ ഡീസൽ ടർബോ എഞ്ചിനാണ് വരുന്നത്. ബട്ട് ദിസ് വൺ ഈസ് സ്പെഷ്യൽ. ടൊയോട്ടയുടെ 1GR എന്നറിയപ്പെടുന്ന V6 4 ലിറ്റർ എഞ്ചിനാണ് ഈ വണ്ടീൻ്റെ അകത്തുള്ളത്. ദ സെയിം എഞ്ചിൻ ഈസ് ദെയർ ഇൻ FJ ക്രൂസറിനകത്ത് ഇതേ എഞ്ചിനാണ്, നമ്മുടെ ഇതിനകത്ത് പ്രാഡോൻ്റെ അകത്ത് ഇതേ എഞ്ചിനാണ്. എന്നിട്ട് ലാൻഡ് ക്രൂസർ പിക്കപ്പ് ട്രക്കിനകത്ത് പോലും ഇതേ എഞ്ചിനാണ് വരുന്നത്. 235 ഹോഴ്സ് പവറും പിന്നെ ഏകദേശം 360 അടുത്ത് ന്യൂട്ടൺ മീറ്റർ ടോക്കും ഉള്ള വളരെ റിലയബിളായിട്ടുള്ള ഒരു എഞ്ചിനാണിത്. 5 ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചിരിച്ച് തള്ളുന്ന സ്റ്റൈലിൽ അത്രയും റിലയബിലിറ്റിയുള്ള പ്രൂവൺ എൻജിനോട് കൂടിയിട്ടുള്ള വണ്ടിയാണിത്. ആൻഡ് വാട്ട് മേക്സ് ഇതിനെ ഇത്രയും സ്പെഷ്യലാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമാജിൻ ഒരു FJ ക്രൂസർ ഏകദേശം 2000 കിലോയുടെ അടുത്ത് വെയിറ്റ് വരുന്ന വണ്ടിയാണ്. ദിസ് വെഹിക്കിൾ ഈസ് വിത്തൗട്ട് ലോഡ് ഏകദേശം 1.5 ടൺസ് വെയിറ്റ് വരുന്നു. സോ ദ പവർ ടു ദ വെയിറ്റ് റേഷ്യോ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മോർ ദാൻ ദാറ്റ്, ഡെസേർട്ടിലൊക്കെ പോകുമ്പം ഈവൻ പറക്കും. ഒരു V6 എഞ്ചിൻ എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, പിസ്റ്റണുകളുടെ എണ്ണം കൂട്ടാം, സോ ദേ ക്യാൻ പ്രൊഡ്യൂസ് മോർ പവർ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റാണ്. ഇപ്പോൾ ഈ എൻജിൻ ബ്ലോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാരുതി 800-ൻ്റെ 1000-ൻ്റെയൊക്കെ എഞ്ചിനേക്കാൾ നീളം കുറവാണിത്. സോ അങ്ങനെയുള്ള 2 ബ്ലോക്കുകളെ ഒരുമിച്ച് യോജിപ്പിച്ച് ഇങ്ങനെ ഒരു V ഷേപ്പിൽ നിർത്തിയിട്ട് നടുവിൽ ഒരു ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. സോ വി ഹാവ് 4-6 പിസ്റ്റണുകൾ ഉണ്ടാവും. കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാം. സൈസ് കുറവാണ്, എൻജിൻ്റെ വെയിറ്റ് കുറവാണ്. അതിനേക്കാളൊക്കെ ഉപരി ഈ സൈസ് കുറവായതുകൊണ്ട് തന്നെ ഇപ്പം എൻജിൻ ഇരിക്കുന്നത് കണ്ടോ, വീലിൻ്റെ തൊട്ട് മുകളിലും പുറകിലുമായിട്ടാണ്. സോ ഇത് ചെയ്യുന്നൊരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉയരമുള്ളൊരു വാഹനമാണെങ്കിലും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം വണ്ടീനെ പിടിക്കുന്ന ആ ഒരു പോയിൻറ്റ് കുറച്ചും കൂടെ താഴോട്ട് കൊണ്ടുവരും. സോ നമ്മൾ കൂടുതൽ സ്പീഡ് പോകുമ്പോഴും വണ്ടിക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന എഞ്ചിനുകളെ ഫ്രണ്ട് മിഡ്ഷിപ്പ് എഞ്ചിൻ എന്നാണ്
പറയുക. ഗസോ റേസിംഗ് വേർഷൻ വണ്ടി എടുക്കുന്നവരാരും അത് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എൻജിൻ ബേൻ്റെ അകത്ത് സ്പേസ് ഒരുപാട് അവൈലബിൾ ആണ്. സോ ദർ ഇസ് ലോട്ട് ഓഫ് സ്പേസ് ഹിയർ. അപ്പോൾ യൂഷ്വലി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് സ്നോക്കൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഹൈലക്സ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ഓസ്ട്രേലിയ, അതുപോലെ സൗത്ത് ആഫ്രിക്ക അങ്ങനത്തെയൊക്കെ രാജ്യങ്ങളിലാണ്. ഈ മിഡിൽ ഈസ്റ്റിൽ സത്യം പറഞ്ഞാൽ ആസ് എ ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ഇപ്പോഴാണ് ഇവർ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഈ 4 ലിറ്റർ എഞ്ചിനോട് കൂടിയുള്ള വണ്ടിനെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പായിട്ട് ടൊയോട്ട പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങുന്നത്. മറ്റ് രാജ്യങ്ങളിൽ പക്ഷേ ഇതൊരു ലിഷർ വെഹിക്കിളാണ്, അതുപോലെ അവരുടെ ഒരു എന്തൂസിയാസ്റ്റിൻ്റെ വെഹിക്കിളാണ്. അപ്പം അവിടെയൊക്കെ കൂടുതലും ഈ വണ്ടി ഉപയോഗിക്കുന്നത് ഫോർ ഓഫ് റോഡിങ്, ക്യാമ്പിംഗ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ബട്ട് ദർ ഇസ് വൺ തിങ് ഹൗ ടൊയോട്ട ഡിസൈൻസ് ദിസ് കാർ. ഓസ്ട്രേലിയക്കാരുടെ ഒരു പറച്ചിൽ എങ്ങനെയാണെന്ന് അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൊയോട്ട ഹൈലക്സിൻ്റെ പുറകിൽ മാക്സിമം പേലോഡ് കയറ്റി വെച്ചതിന് ശേഷമാണ് അവർ ഈ വണ്ടിയുടെ സസ്പെൻഷൻ ഡിസൈൻ ചെയ്യാമെന്നാണ് ഓസ്ട്രേലിയക്കാർ പറയാറുള്ളത്. അതിനൊരു കാരണമുണ്ട്. ബിക്കോസ് ഇറ്റ് ഇസ് ടഫ് ആസ് നെയിൽ. ഏത് ഒരു ടെറൈനിൽ കാണുന്നുണ്ടെങ്കിലും എത്ര ഒരു ലിമിറ്റ് അതിൻ്റെ പേലോഡ് കപ്പാസിറ്റിയിലുള്ള എത്ര ലോഡ് കയറ്റിയാലും ഒരു ബുദ്ധിമുട്ടില്ലാതെ കയറി പോകുന്നൊരു വാഹനമാണ് ടൊയോട്ട ഹൈലക്സ്. ദ ഇൻവിൻസിബിൾ ടൊയോട്ട ഹൈലക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ആ ഒരു പേര് വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ സസ്പെൻഷൻ്റെ വെർസാറ്റിലിറ്റി കൂടിയാണ്. 4 ലിറ്റർ V6 എഞ്ചിൻ ആണെന്നുണ്ടെങ്കിലും നാസറൽ അത്തിയ ഓടിച്ച ഡാക്കാറിൽ ഓടിച്ച വണ്ടിനകത്ത് ഈ എഞ്ചിനല്ല. ഇറ്റ് ഹാസ് ദ സെയിം എഞ്ചിൻ ആസ് നമ്മുടെ 300 സീരീസ് ലാൻഡ് ക്രൂസറിനകത്ത് വരുന്ന ട്വിൻ ടർബോ V6 എഞ്ചിനാണ് ആ വണ്ടിനകത്തുള്ളത്. ഈ വണ്ടിക്കകത്ത് പക്ഷേ പുതുതായിട്ട് വന്നിട്ടുള്ള ഇവരുടെ പുതിയ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വിത്ത് പാഡൽ ഷിഫ്റ്റാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ബിഫോർ സെയിങ് ദാറ്റ്, ഈ വണ്ടിക്ക് കുറച്ച് അഗ്രസീവ് ലുക്ക് കൂടുതലുണ്ട്. ദാറ്റ് ഈസ് മുമ്പത്തെ ഹൈലക്സുകളെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ ഈ ഒരു വേർഷൻ കുറച്ചും കൂടെ അഗ്രസീവ് ലുക്കാണ്. അതിൻ്റെ മെയിൻ കാരണം ഈ ഹുഡിനകത്തുള്ള ഈ ഇപ്പോഴത്തെ ലാൻഡ് ക്രൂസറിലൊക്കെ വരുന്ന പോലെയുള്ള ഈ മൾട്ടിപ്പിൾ ക്യാരക്ടർ ലൈൻസും ആ ഒരു എലിവേഷൻസും ഡിപ്രഷൻസൊക്കെ വരുന്നത് ഭയങ്കര അഗ്രസീവ് ലുക്കായിട്ട് കാണുന്നുണ്ട്. കമ്മിങ് ടു ദ ഫെൻഡർ, ഓക്കെ, ഹെഡ് ലാംപ്സ് ഒരുപാട് പുറകിലേക്ക് നീണ്ടിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഈ ഫെൻഡറിൻ്റെ ഈ ഓവർ ഫെൻഡർ എന്ന് പറയും, നമ്മൾ ഫെൻഡർ ഫ്ലെയറിൻ്റെ മുകളിൽ വരുന്ന ഈ ഓവർ ഫെൻഡർ ബോഡി കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. ചില വേർഷൻസിനകത്ത് ഈ ഒരു ഡിപ്രഷനകത്ത് അതിൻ്റെ ഇപ്പോൾ അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് മോഡലുണ്ട്. ആ മോഡലിൻ്റെയൊക്കെ അകത്ത് ഇവിടെ ആ ഒരു ബാൻഡിങ് കൂടെ വരാറുണ്ട്. ഇതിലത് ബ്ലാങ്ക് ആയിട്ടാണ് വിട്ടിട്ടുള്ളത്. ടൊയോട്ട വാഹനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ ജാപ്പനീസ് മിത്തോളജിയിലുള്ള പല വ്യാളികളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന സ്റ്റൈലിൽ ഒരു ലുക്ക് വരും സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. കമ്മിങ് ടു ദ ടയർ ആൻഡ് വീൽസ്, 18 ഇഞ്ചിൻ്റെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അലുമിനിയം അലോയുടെ വീൽസാണ് ഈ വണ്ടീനകത്ത് തന്നിട്ടുള്ളത്. ഒരു 16 ഇഞ്ച് ഡിസ്ക് ബ്രേക്ക് വിത്ത് 4 പിസ്റ്റൺ കാലിപ്പർ ഫ്രണ്ടിലും 2 പിസ്റ്റൺ കാലിപ്പർ പുറകിലുള്ള ബ്രേക്സ് ആണ് തന്നിട്ടുള്ളത്. ടയേഴ്സ് 265/60/18 ഇതിനകത്ത് സ്റ്റോക്ക് വരുന്നുള്ളൂ. ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഈ GR വേർഷൻ വണ്ടി മേടിക്കുന്ന 3/4 ഭാഗം ആൾക്കാരും ടയറും വീലും അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. കമ്മിങ് ടു ദ ക്യാബിൻ സൈഡ് ഓഫ് ദ വെഹിക്കിൾ, ഓക്കെ, വളരെ പ്രൗഡായിട്ട് V6 GR എന്നുള്ള ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള ഫ്രണ്ട് ഡോർ. ആൻഡ് ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടർ ലൈൻസും അങ്ങനെയൊന്നും തന്നിട്ടില്ല. ബട്ട് ലുക്ക് അറ്റ് ദിസ് ഷേപ്പ്, ഇത് വളരെ ഹൈലക്സ് ആണ്. ഈ ഒരു ഷേപ്പ് ഒരുപാട് കാലമായിട്ട് ഹൈലക്സിൻ്റെ സൈഡ് പ്രൊഫൈൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ഫ്രണ്ട് എൻഡിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിലും ഈ ഒരു ലുക്ക് 4 വീൽ ഡ്രൈവ് ഹൈലക്സുകൾക്ക് ഈ ഉയരം കൂടിയ ക്യാബിൻ, ഈ ഒരു ലുക്ക് ഒരുപാട് കാലമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. ആൻഡ് കമ്മിങ് ടു ദ ബെഡ്, ഓക്കെ, ക്യാബിൻ ഇവിടെ തീർന്നു. പുറകിലേക്ക് ലോഡ് ബോഡിയാണ്. GR വേർഷൻ ഹൈലക്സ് യൂഷ്വലി വാങ്ങിക്കുന്നവർ അങ്ങനെ ഒരുപാട് സിമെൻറ്റും ഇഷ്ടികയൊന്നും കൊണ്ടുപോകാൻ ഇത് ഉപയോഗിക്കുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇറ്റ് ക്യാൻ ടേക്ക് ലോഡ്സ്. ബട്ട് GR വേർഷൻ്റെ റൈഡ് വളരെ സ്മൂത്താണ്. ഒരു SUVയുടെയും പിക്കപ്പിൻ്റെയും ഇടയിലുള്ള ആ ഒരു നേരിയ ഒരു ലൈനിനെ അതിൻ്റെ മുകളിലൊരു ബാലൻസ് ചെയ്തുകൊണ്ടാണ് ടൊയോട്ട ഈ വണ്ടിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓഫ് റോഡ് വെഹിക്കിൾസ് കൊടുക്കുന്ന റോൾ കേജിൻ്റെ സ്പോർട്സ് ബാർ എന്ന് പറയുന്നതിന് പകരം ഉള്ള ഒരു അപ്പിയറൻസ് പാക്കേജാണിത്. ഇറ്റ് ഡസൻ ഒരുപാട് പ്രൊട്ടക്ഷനൊന്നും ഇതുകൊണ്ട് കിട്ടില്ല, പക്ഷേ ലുക്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് സൈഡിൽ നിന്ന് നോക്കുമ്പം ഇപ്പോൾ നമ്മളെ BMW X6 പോലെ ഒരു സ്പോർട്സ് ബാക്ക് ലുക്ക് വരുത്താനുള്ള ഒരു ശ്രമം കൂടി ആയിരിക്കണം, അറിയില്ല. ബട്ട് 5 അടി നീളമുള്ള ലോഡ് ബോഡി, ഗ്രാജുവലി ബൾജ് ചെയ്ത് വരുന്ന ഈ ഒരു ഫെൻഡർ ഫ്ലെയർ, അതിൻ്റെ കൂടെ ഒരു ഓവർ ഫെൻഡർ ഫ്രണ്ടിലത്തെ അതേപോലെ തന്നെയുള്ള ഓവർ ഫെൻഡറും ഉണ്ട്. ആൻഡ്
നമ്മുടെ ഇതിന് വേണ്ടി പെട്രോൾ ടാങ്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്രഷൻ ഇതിനകത്തുണ്ട്. ലുക്സ് വെരി സ്പോർട്ടി. പഴയകാല ഹൈലക്സുകളുടെ അതേ ഷേപ്പിലുള്ളതാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ടെയിൽ ലാംപ്സാണ് ഈ വണ്ടിക്കുള്ളത്. സോ ഇറ്റ് ഹാസ് കംപ്ലീറ്റ്ലി LED ആണ്. ടെയിൽ ലാംപ്സ് എല്ലാം LED ആണ്. അകത്തുള്ള ബൾബ്സും LED ആണ്. ആൻഡ് ദ ലൈറ്റ് ഈസ് ബ്രൈറ്റ് ബട്ട് നോട്ട് ഒഫെൻസീവ്. അത് പുറകിൽ വരുന്ന വാഹനത്തിന് പിന്നെ കണ്ണ് മഞ്ഞളിക്കാത്ത രീതിയിലുള്ള പക്ഷേ ബ്രൈറ്റ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സാണ് ഈ വാഹനത്തിനുള്ളത്. ആൻഡ് ഇതേ ഷേപ്പ് ഈസ് സീൻ ഇൻ നമ്മുടെ ടൊയോട്ടയുടെ ടക്കോമയുടെ അകത്തും അതേപോലെ ടുണ്ട്രയുടെ അകത്തൊക്കെ ഏകദേശം ഇതേപോലത്തെ ഒരു ഡിസൈൻ ഫിലോസഫി ടൊയോട്ട മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കമ്മിങ് ടു ദ ടെയിൽ ഗേറ്റ്, ടൊയോട്ട എന്നും നിലനിർത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈലക്സിൻ്റെ ടെയിൽ ഗേറ്റിലുള്ള ഈ മെഗാ സൈസിലുള്ള ടൊയോട്ട ബ്രാൻഡിങ്. അത് വളരെ ഈ വണ്ടിയുടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് ഫീച്ചറായിട്ട് ടൊയോട്ട എന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹൈലക്സ് എന്നുള്ള ബാഡ്ജിൻ്റെ താഴെ ആർക്കും കണ്ടാൽ സന്തോഷം തോന്നാവുന്ന ഒരു സാധനമാണ് GR സ്പോർട്ട് എന്നുള്ള ഈ ഒരു ബാഡ്ജിങ്. GR സ്പോർട്ട് അഥവാ ഗസൂ റേസിംഗ് എന്ന് പറയുന്നത് ടൊയോട്ട മുമ്പുണ്ടായിരുന്ന ടൊയോട്ട റേസിംഗ് ഡിവിഷനെ അവർ റീപ്ലേസ് ചെയ്ത് അവരുടെ മോട്ടോർ സ്പോർട്സ് ഡിവിഷന് വേണ്ടി മാത്രമുള്ളതാണ്. സോ GR വേർഷനുള്ള വേറൊരു വാഹനം നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൊയോട്ട GR സൂപ്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേ ഡിവിഷനിൽ നിന്ന് വരുന്ന വണ്ടിയാണ് ഇതും. ടെയിൽ ഗേറ്റിനകത്ത് വേറെ കൂടുതൽ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇപ്പം ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ക്യാമറ, ടെയിൽ ക്യാമറ, ഓക്കെ, റിവേഴ്സ് പാർക്കിങ്ങിന് വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് ദർ 4 സെപ്പറേറ്റ് പാർക്കിംഗ് സെൻസേഴ്സും തന്നിട്ടുണ്ട്. കാരണം ഇത്രയും നീളം കൂടിയ വാഹനമാണ്. അപ്പോൾ റിവേഴ്സ് പാർക്ക് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ ഒരുപാട് സഹായകമാവുന്നതാണ്. പ്ലസ് ഇറ്റ് ഹാസ് പെഡസ്ട്രിയൻ വാർണിംഗ് ഉണ്ട്, നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ഉണ്ട്, ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് ഈ വണ്ടിക്കകത്ത്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഓപ്പണിംഗ് ദ ടെയിൽ ഗേറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രോസസ്സാണ്. നമ്മൾ മാനുവലായിട്ട് തന്നെ തുറക്കണം. ഡാമ്പനിങ് ഒന്നുമില്ല, അത് തന്നെ വന്ന് ചാടും വീഴും. ബട്ട് വളരെ സ്ട്രോങ് ആണ്. കയറിയിരിക്കാം, ഭക്ഷണം കഴിക്കാം, സാധനങ്ങൾ കയറ്റാം, ഇറക്കാം, ലോഡ് ചെയ്യാം. ഈ ഒരു കോട്ടിങ്ങിന് ടൊയോട്ട 3 ഇയേഴ്സിൻ്റെ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അത് ഈ പ്ലാസ്റ്റിക് പൊട്ടി പോകാതിരിക്കാൻ 3 ഇയേഴ്സിൻ്റെ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അകത്ത് നമുക്ക് ലഗേജ് കെട്ടിവെക്കാനുള്ള ഹുക്സ് ഒരുപാടെണ്ണം തന്നിട്ടുണ്ട്. ഒരുപാട് അഡ്വഞ്ചർ ട്രിപ്പുകളും ഉല്ലാസയാത്രകളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡാണെന്നുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിനെ ബിൽഡ് ചെയ്തതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള ലോഡ് ബെഡുകളാണ് ടൊയോട്ട എടുത്തത്. ഇവിടെയുള്ള ഒരുമാതിരി ചെറിയ ഒരുപാട് കമ്പനികളുടെ കൺസ്ട്രക്ഷൻ കമ്പനീസ്, MEP കമ്പനീസ്, അവരുടെയൊക്കെ ദൈനംദിന ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു വർക്ക് മ്യൂൾ എന്ന് പറയാവുന്നൊരു വാഹനമാണ് ടൊയോട്ട ഹൈലക്സ്. ഹൈലക്സ് വേറെ യൂസ് ചെയ്യുന്നത് ഒരുപാട് മിലിറ്ററികൾ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ സ്പെഷ്യാലിറ്റി ഓഫ് ടൊയോട്ട ഹൈലക്സ് ഇറ്റ് ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവ് തന്ന BBC ആണ്. BBC ടോപ്പ് ഗിയറിൻ്റെ 3 എപ്പിസോഡിൽ അവർ ടൊയോട്ട ഹൈലക്സിനെ കൊല്ലാൻ ശ്രമിച്ച വീഡിയോസ് ഉണ്ട്. ആദ്യം ആ വണ്ടീനെ കൊണ്ടുപോയിട്ട് മരത്തിലിടിച്ചു, പിന്നെ അതിനെ വെള്ളത്തിൽ മുക്കി നോക്കി പുറത്തെടുത്ത് പിന്നെയും സാധാ ടൂൾസ് കൊണ്ട് സ്പെയർ പാർട്സ് ഒന്നും മാറ്റാതെ തന്നെ സ്റ്റാർട്ടാക്കിയ വണ്ടി സ്റ്റാർട്ടായി. അതിനുശേഷം ആ വണ്ടിക്ക് തീ കെടുത്തി കഴിഞ്ഞിട്ട് പിന്നെയും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അവസാനം ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൊണ്ടുപോയി അതിനെ ബോംബിട്ട് നശിപ്പിച്ച് താഴെ വീണതിന് ശേഷവും ആ വണ്ടി ഓടിച്ചും കൊണ്ട് അവർ BBC ടോപ്പ് ഗിയറിൻ്റെ സ്റ്റുഡിയോയിലേക്ക് വന്ന വീഡിയോ ഇറ്റ് ഈസ് വെരി ഫേമസ്. ടു കില്ല് ടൊയോട്ട ഹൈലക്സ് എന്നായിരുന്നു അതിൻ്റെ ഹെഡിങ് ഇട്ടുണ്ടായിരുന്നത്. BBC തന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഹൈലക്സ്. ഒരു പിക്കപ്പ് ട്രക്ക് ആണെന്നത് കൊണ്ട് തന്നെ ടൊയോട്ട ഈ വണ്ടിക്ക് തന്നിട്ടുള്ളത് ലീവ് സ്പ്രിംഗ് സസ്പെൻഷൻ വിത്ത് ഹൈഡ്രോളിക് ഡാമിനേഴ്സാണ്. ലോഡ് കയറ്റാനുള്ള കപ്പാസിറ്റി ഒട്ടും കുറവ് വന്നില്ലെങ്കിലും യാത്രാസുഖം മറ്റ് ഹൈലക്സുകളേക്കാൾ കൂടുതലാണ് GR എഡിഷനകത്ത്. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ജർമ്മൻ ടെക്നോളജി ആന്റി തെഫ്റ്റ് ലോക്കിംഗ് സംവിധാനത്തോടു കൂടിയ സ്റ്റാർക്ക് ഹവായ് സ്റ്റീൽ ഡോറുകൾ, FRP UPVC വുഡൻ ഡോർസ്, ശുദ്ധമായ ജലത്തിനു വേണ്ടി നിർബന്ധമായും വീടുകളിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പുതിയ വാട്ടർ പ്യൂരിഫയർ 304 ഫുഡ് ഗ്രേഡ് സ്റ്റീൽ ടാങ്കുകൾ തുടങ്ങി നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ പ്രൊഡക്റ്റുകൾ മിതമായ വിലയിൽ മികച്ച വിൽപ്പനാന്തര സേവനത്തോടെ ഹവായ് സ്റ്റോറുകളിൽ ലഭ്യമാണ്. പുതിയ കാലത്തിന്റെ കരുത്തും കാവലും. ഹവായ് സ്റ്റോർ, സ്റ്റീൽ ഡോർ ആൻഡ് മോർ. ഒരു സ്പോർട്സ് കാറിനകത്താണോ അതോ ലക്ഷറി SUV-ൻ്റെ അകത്താണോ, അതുമല്ല ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പിനകത്താണോ എന്നുള്ള ഡൗട്ട് നമുക്ക് തോന്നാം. അത്രയും റിച്ച് ആയിട്ടാണ് ഇപ്രാവശ്യം GR വേർഷൻ്റെ ഇൻറ്റീരിയർ ടൊയോട്ട ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, ബട്ട് എല്ലാം പ്ലാസ്റ്റിക്കാണ്. ഓക്കെ,
ഓക്കെ, ഇത് പ്ലാസ്റ്റിക്കാണ്, ഇത് പ്ലാസ്റ്റിക്കാണ്, ഇത് പ്ലാസ്റ്റിക്കാണ്, ഇത് പ്ലാസ്റ്റിക്കാണ്. വുഡും മെറ്റൽ ഇൻസേർട്ട്സ് ഒന്നുമില്ല. ഈവൻ ദിസ് ഈസ് പ്ലാസ്റ്റിക്. ബട്ട് ഒന്നിനെയും കണ്ടാൽ നമുക്ക് ചീപ്പ് പ്ലാസ്റ്റിക്കായിട്ട് തോന്നില്ല. വളരെ ടാക്റ്റൈലായിട്ടുള്ള, നല്ല പിടിക്കാനൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബെസ്റ്റ് പാർട്ട് ഈ ബ്ലാക്കിൽ കൂടെ ഈ സ്റ്റിച്ചിങ്, റെഡ് സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടുള്ള ഗസൂ റേസിംഗ് തീമിലുള്ള സീറ്റ്സ്, അതിനെ ഫോളോ ചെയ്യുന്ന ഡോർ പാഡ്സ്, അതേ തീമിനെ ഫോളോ ചെയ്യുന്ന സ്റ്റിയറിംഗ് വീല് എല്ലാം. അപ്പിയറൻസ് പാക്കേജ് ഇസ് റിയലി ഗ്രേറ്റ്. പക്ഷേ ഈ വണ്ടിക്ക് അപ്പിയറൻസ് പാക്കേജിൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് എ ഹൈലി കേപ്പബിൾ വെഹിക്കിൾ. ആൻഡ് ആൽക്കൻറ്ററ ലെതറോട് കൂടിയ റെഡ് സ്റ്റിച്ചിങ് ഉള്ള സീറ്റ്സാണ് ഇതിനകത്തുള്ളത്. GR എഡിഷൻ്റെ GR ബ്രാൻഡിങ് ഹെഡ് റെസ്റ്റിനകത്തും അതേപോലെ സ്റ്റിയറിങ്ങിൻ്റെ ഇതിനകത്തൊക്കെ GR ബ്രാൻഡിങ് എല്ലായിടത്തും ഉണ്ട്. ഗസൂ റേസിംഗ് ബ്രാൻഡിങ് എല്ലായിടത്തും ഉണ്ട്. സീറ്റിന് നല്ല ബോൾ സ്ട്രിങ് ഒക്കെ ഉണ്ട്. നമുക്ക് സ്പോർട്സ് ഡ്രൈവിങ്ങിന്, ഓഫ് റോഡ് ഡ്രൈവിങ്ങിനൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്നതാണ്. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹൈലക്സ് ഇതിനകത്ത് ഡ്രൈവർ സൈഡിൽ യു ഹാവ് ഇലക്ട്രിക് കൺട്രോൾസ്. സീറ്റ് മൂവ്മെൻറ്റിനുള്ള ഇലക്ട്രിക് കൺട്രോൾസും 3-step മെമ്മറിയും ഉണ്ട് ഇതിനകത്ത്. റീച്ചും റേക്കും അഡ്ജസ്റ്റബിൾ ആണ് സ്റ്റിയറിംഗ് വീല്. ഓക്കെ, ആൻഡ് ഇറ്റ് കംസ് വിത്ത് പാഡൽ ഷിഫ്റ്റ്. ഓക്കെ, 6-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. ഔട്ട് ഗോയിങ് ഗിയർ ബോക്സിനേക്കാൾ ഒരുപാട് സ്മൂത്തും കേപ്പബിളുമാണ് ഈ ഗിയർ ബോക്സ് എന്നാണ് യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെയുള്ള ജേർണലിസ്റ്റ് പറയുന്നത്. ആൻഡ് ഇറ്റ് കംസ് വിത്ത് സേഫ്റ്റി. ഇതിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ഉണ്ട്. സെൻട്രൽ ഡിഫ് ഓണും ഓഫിനുള്ള സൗകര്യങ്ങളുണ്ട്. ഓഫ് റോഡിങ്ങിന് വേണ്ടി ഒരുപാട് സഹായകമാവുന്ന ഓപ്ഷൻസാണിത്. ഇറ്റ് ഓൾസോ ഹാസ് 2 ബട്ടൺസ് ഫോർ ഡ്രൈവ് മോഡ്സ്. ഇക്കോ മോഡും ഉണ്ട്, പവർ മോഡും ഉണ്ട്. പവർ മോഡ് അൺലീഷസ് നമുക്ക് കുറച്ചും കൂടെ നേരം ഗിയറുകളെ എല്ലാ RPMത്തിനകത്തും പിടിച്ചു നിർത്തി ഗിയർ ഷിഫ്റ്റ് കുറച്ച് ഡിലേ ആക്കി യു ഗെറ്റ് മോർ പുള്ളിങ് ആൻഡ് മോർ ട്രാക്ഷൻ. ഒന്നും കൂടെ വണ്ടിക്ക് ഓഫ് റോഡ് പോകുമ്പോൾ ഒന്നും കൂടെ പവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. ഇക്കോ മോഡിലിട്ടാൽ ഓഫ് കോഴ്സ് യു ഗെറ്റ് പൊല്യൂഷൻ കുറയും, മൈലേജ് കൂടും. 4-wheel drive സെലക്ഷന് റോട്ടറി ബട്ടനാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ 2 ഹൈയിലാണ് കിടക്കുന്നത്. യു ക്യാൻ ഗോ ടു 4 ഹൈ. പിന്നെ 4 ലോ ഇടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റോപ്പ് ദ വെഹിക്കിൾ. ന്യൂട്രൽ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇറ്റ്സ് ഓൾ റോട്ടറി നോബ്സ് ഓൺലി. ടൊയോട്ടയുടെ തന്നെ 8.1 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട് ബട്ടൺസ് സൈഡിൽ, വളരെ ടാക്റ്റൈലായിട്ടുള്ള ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് ബട്ടൺസ് സൈഡിലുണ്ട്. ഇതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീൻ മിററിംഗ് ആണ്. സോ യു ക്യാൻ ആക്ച്വലി കണക്ട് അവർ ഫോൺ ടു ദ സിസ്റ്റം ആൻഡ് യൂസ് ആൻഡ്രോയിഡ് ആയാലും ആപ്പിൾ ആയാലും നമുക്ക് മിറർ ചെയ്യാൻ കഴിയും. അതിന് പുറമെ യു ഹാവ് ആപ്പ് കണക്ടിവിറ്റി വേർ നമുക്ക് കേബിൾ കണക്ട് ചെയ്തിട്ട് ആപ്പിൾ ആയാലും ആൻഡ്രോയിഡ് ആയാലും കണക്ട് ചെയ്യാൻ കഴിയും. മാപ്സ് ഉണ്ട്. മാപ്സ് ആർ വെരി ഇൻറ്റ്യൂട്ടീവ്, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്സ് തന്നിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അനലോഗാണ്. യു ഹാവ് ഈക്വലി സൈസുള്ള ഒരു ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും തന്നിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് എ സെൻട്രലി പ്ലേസ്ഡ് ഒരു മൾട്ടി ഇൻഫോർമേഷൻ ഡിസ്പ്ലേ ഉണ്ട് വിച്ച് ഷോസ് ഒരുപാട് ഫീച്ചേഴ്സ്. നമ്മളിപ്പം ഏത് മോഡലാണ് ഓടുന്നത്, നമ്മുടെ മൈലേജ് എത്രയുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു സെൻട്രൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. മീറ്റേഴ്സ് ആർ ഓൾ അനലോഗ്. കമ്മിങ് ടു ദ ബാക്ക്, ഫ്രണ്ടിലുള്ള പോലെ തന്നെ ഒരു ആംറസ്റ്റ് പുറത്തെ സീറ്റിനകത്തും തന്നിട്ടുണ്ട്. പ്ലസ് ഒരു 3 നോർമൽ സൈസ് അഡൾട്ട്സിന് ഇരിക്കാൻ ഇഷ്ടംപോലെ സ്പേസും ഉണ്ട്. ഓക്കെ, ആൻഡ് ടൊയോട്ട ഇസ് സോ തോട്ട്ഫുൾ. ദേ ഹാവ് ഗിവൻ ബേബി സീറ്റ്സ് അറ്റാച്ച്മെൻറ്റിനുള്ള പൊസിഷൻസ് വരെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഈ വണ്ടിക്കകത്ത്. ദേ എക്സ്പെക്ട് ദിസ് ടു ബി എ ഫാമിലി വെഹിക്കിൾ. ആൻഡ് മെറ്റീരിയൽസ് യൂസ്ഡും ഈ ഗസൂ റേസിങ്ങിൻ്റെ ആ ഒരു ഇത് ഫോളോ ചെയ്യുന്ന പോലെ പുറകിലത്തെ ഹാംറസ്റ്റിൽ വരെ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്പീക്കർ സിസ്റ്റം ഒരു വേർഷനകത്ത് JBLൻ്റെ സ്പീക്കേഴ്സ് വരുന്ന വേർഷൻ. ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് JBL സ്പീക്കേഴ്സാണ് ഇതിനകത്തുള്ളതെന്ന് തോന്നുന്നില്ല. ആൻഡ് ഇതാണ് നമ്മുടെ ഗ്രാബ് ഹാൻഡിൽസിൻ്റെ ഒക്കെ ഒരു സൈസ് കണ്ടില്ലേ, ഓഫ് റോഡ് പോകുമ്പം അള്ളി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2 സീറ്റ്സും ഇങ്ങനെ പൊക്കാൻ കഴിയും. അതിൻ്റെ അടിയിൽ വേറെ എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസും തന്നിട്ടുണ്ട്. ഒരുപാട് ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട് ഈ വണ്ടീനകത്ത്. വലിയ ബോട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ഹോൾഡറും കബ്ബി ഹോളും എല്ലാ ഡോർസിനകത്തും തന്നിട്ടുണ്ട്. റിയർ ആംറസ്റ്റിനകത്ത് 2 ബോട്ടിൽ ഹോൾഡേഴ്സ്, 4 ഡോർസിനകത്തും 4 ബോട്ടിൽ ഹോൾഡേഴ്സ്, പ്ലസ് ഫ്രണ്ട് കൺസോളിനകത്ത് 2 ബോട്ടിൽ ഹോൾഡേഴ്സ്. പിന്നെ ഈ ഡ്രൈവറുടെ സൈഡിലും ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. അപ്പോൾ മൊത്തം നമുക്കൊരു 9 ബീവറേജസിനുള്ള സൗകര്യം ഈ വണ്ടീനകത്തുണ്ട്. 90കളുടെ അവസാനത്തിലാണ് ടൊയോട്ട ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങിയതും കച്ചവടം തുടങ്ങിയതും. അന്ന് മുതൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നതിൽ ടൊയോട്ട വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് ക്വാലിസ് കൊടുത്ത കോമ്പറ്റീഷൻ കൊണ്ടാണ് ഇന്ന് നമുക്കുള്ള ഒരുപാട് നല്ല MPVകൾ SUVകളെല്ലാം ഇന്ത്യയിൽ വന്നു തുടങ്ങിയത്. പിന്നീട് ഫോർച്യൂണർ വന്നു. ഇറ്റ് അഗെയിൻ സെറ്റ് ദ സ്റ്റാൻഡേർഡ് ഒന്നും കൂടി ഹൈ ആയിട്ട് സെറ്റ് ചെയ്തു. നമുക്ക് ആക്ച്വലി ഹൈലക്സിൻ്റെ
പ്ലാറ്റ്ഫോം IV2 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ഇന്നോവേറ്റീവ് ഗ്ലോബൽ വെഹിക്കിൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലുള്ള വണ്ടിയാണിത്. ഇത് നമുക്ക് വളരെ സുപരിചിതമാണ്. ഇതേ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇന്നോവയും ഫോർച്യൂണറും ടൊയോട്ട ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ ഭാഗത്തിലേക്കാണ് ഈ വണ്ടിയും വരുന്നത്. സോ ഒരേ പാർട്സ് ബിന്നിലുള്ള ഒരേ എഞ്ചിനാണ്, ഒരേപോലത്തെ ഗിയർ ബോക്സ് ഒക്കെയാണ് വരാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി വെരി കോസ്റ്റ്ലി ടു മെയിൻറ്റെയിൻ ദിസ് വെഹിക്കിൾ. പിന്നെ ടൊയോട്ടയുടെ ഒരു ക്വാളിറ്റിയും കൂടെ വെക്കുമ്പം മെയിൻ്റനൻസ് അങ്ങനെ കൂടുതൽ വരാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുമില്ല. ഐ ആം വെരി ഷുവർ ടൊയോട്ട ഹൈലക്സ് വിൽ ബി എ ഹിറ്റ് ഇൻ ഇന്ത്യ. എന്തൂസിയാസ്റ്റുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു വാഹനമായിരിക്കും. ഹൈവേകളെയും ഓഫ് റോഡുകളെയും കീഴടക്കാൻ ഹൈലക്സ് ഇന്ത്യയിലേക്ക് അങ്ങ് എത്തും. ഇതിൻ്റെ ഒരു ഓൺ റോഡ് ഓഫ് റോഡ് എപ്പിസോഡ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാമെന്ന പ്രോമിസോട് കൂടി അടുത്ത എപ്പിസോഡിൽ കാണാം. സലാം. Tyre Smoq brought to you by ഉരുക്കിന്റെ കരുത്ത് കാലങ്ങളോളം. ഹവായ് സ്റ്റോർ, സ്റ്റീൽ ഡോർ ആൻഡ് മോർ.